വെറുതെ വിട്ടു. എട്ടാം പ്രതി ദിലീപിനെ വെറുതെ വിട്ടു എന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട വിവരം. ദിലീപിനെ വെറുതെ വിട്ടു. ഗൂഢാലോചന കുറ്റം തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നതായിരിക്കാം അതിനുള്ള കാരണം. ഈ കേസിലെ ഏറ്റവും ആകാംക്ഷ നിറഞ്ഞ കാര്യം, ഈ കേസിലേക്ക് കാര്യങ്ങൾ എത്തിച്ച, നടിയെ ആക്രമിക്കാൻ വേണ്ടി കൊട്ടേഷൻ നൽകിയ ഗൂഢാലോചനയിൽ നടൻ ദിലീപ് പങ്കാളിയായിരുന്നു എന്നുള്ളതാണ്. ദിലീപിനെ വെറുതെ വിട്ടു ഇരിക്കുന്നു എന്നതാണ് ഇപ്പോഴത്തെ പ്രധാനപ്പെട്ട വിവരം. കോടതിയിൽ നിന്ന് വരുന്നത് നടൻ ദിലീപ് കുറ്റക്കാരനല്ല എന്ന് പ്രിൻസിപ്പൽ സെഷൻസ് കോടതി വിധിച്ചിരിക്കുന്നു. 1 മുതൽ 6 വരെയുള്ളവർ നേരിട്ട് പങ്കെടുത്തവർ കുറ്റക്കാരാണ്. പക്ഷേ ഇതിൽ 8ാം പ്രതി ദിലീപിനെതിരായ ഗൂഢാലോചന കുറ്റം തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നതാണ് മനസ്സിലാകുന്നത്. ദിലീപ് കുറ്റവിമുക്തനായിരിക്കുന്നു. 8 വർഷം നീണ്ട നിയമ പോരാട്ടത്തിനൊടുവിൽ ഗൂഢാലോചന കുറ്റം തെളിയിക്കാൻ കഴിയാതെ ദിലീപ് ഈ കേസിൽ 8ാം പ്രതിയായ നടൻ ദിലീപ് കുറ്റക്കാരനല്ല എന്ന് കോടതി വിധിച്ചിരിക്കുന്നു. ദിലീപിനെ സംബന്ധിച്ച് ഏറ്റവും ആശ്വാസം നിറഞ്ഞ വിവരം കോടതിയിൽ നിന്ന് വന്നിരിക്കുന്നു. ഇതിനോടകം തന്നെ ദിലീപിന്റെ ആരാധകർ ആലുവയിലെ വീടിന്റെ പരിസരത്തും കോടതി പരിസരത്തും മധുരം വിതരണം ചെയ്യാൻ എത്തി എന്നത് നമുക്കറിയാം. ദിലീപ് കുറ്റക്കാരനല്ല, ദിലീപിനെതിരായ ഗൂഢാലോചന കുറ്റം തെളിഞ്ഞിട്ടില്ല എന്നാണ് ഇപ്പോൾ എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി വിധിച്ചിരിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട വിവരം വിജയകുമാർ, ഇതിനകത്ത് 1 മുതൽ 6 വരെ ഉള്ളവർ നേരിട്ട് കുറ്റകൃത്യത്തിൽ പങ്കെടുത്തവരാണ്. ഇതിലെ പ്രധാനപ്പെട്ട കാര്യം ദിലീപിനെതിരായിട്ടുള്ള ഗൂഢാലോചന കുറ്റം തെളിയുമോ എന്നുള്ളതാണ്. തെളിവില്ല എന്ന് കോടതി പറഞ്ഞിരിക്കുന്നു. വിജയകുമാർ, ഇതിൽ 1 മുതൽ 6 വരെ നേരിട്ട് കുറ്റകൃത്യത്തിൽ പങ്കെടുത്ത മുഴുവൻ ആളുകളെയും കുറ്റക്കാരാണെന്ന് കണ്ടെത്തുകയും അവർക്കുമേൽ പ്രോസിക്യൂഷൻ ചുമത്തിയ മുഴുവൻ തെളിവുകളും മുഴുവൻ ചാർജുകളും ശരിവെക്കുകയും ചെയ്തിരിക്കുകയാണ്. അതിൽ ബലാത്സംഗം, തട്ടിക്കൊണ്ടുപോകൽ, ക്രിമിനൽ ഗൂഢാലോചന, ഭീഷണിപ്പെടുത്തി ചിത്രങ്ങൾ ചിത്രീകരിക്കുക, അത് പ്രചരിപ്പിക്കാൻ ഭീഷണിപ്പെടുത്തുക, ബ്ലാക്ക്മെയിൽ ചെയ്യുക, സൈബർ കുറ്റകൃത്യം അടക്കം നിലനിൽക്കുമെന്ന് കോടതി പറയുകയും, എന്നാൽ ആ ഗൂഢാലോചനയിൽ പ്രതിയായ ദിലീപിനെ 120B-യിൽ നിന്നും അതുപോലെ മറ്റ് മുഴുവൻ ചാർജുകളിൽ നിന്നും ഇവിടെ വിചാരണ കോടതി ഒഴിവാക്കുകയാണ് ചെയ്തിരിക്കുന്നത്. 1 മുതൽ 6 വരെ ഈ കൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്ത മുഴുവൻ പ്രതികളും കുറ്റക്കാരാണെന്ന് വിചാരണ കോടതി കണ്ടെത്തുകയും അതിലെ ഗൂഢാലോചനയ്ക്കൊപ്പം ഉണ്ട് എന്ന് പ്രോസിക്യൂഷൻ കണ്ടെത്തിയ ദിലീപിനെ 120B ഉൾപ്പെടെ ക്രിമിനൽ ഗൂഢാലോചന ഉൾപ്പെടെ ബലാത്സംഗം ഉൾപ്പെടെ മുഴുവൻ കുറ്റങ്ങളിൽ നിന്നും എറണാകുളത്തെ വിചാരണ കോടതി ഒഴിവാക്കുകയും സമ്പൂർണ്ണമായും കുറ്റവിമുക്തനാക്കപ്പെടുകയും ചെയ്തിരിക്കുകയാണ്. 9ാം പ്രതി സനിലിനെ വെറുതെ വിട്ടു. 7ാം പ്രതിക്കെതിരെ ഉള്ള കുറ്റം തെളിഞ്ഞില്ല. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.